2026 ഫിഫ വേൾഡ് കപ്പിന് ഇനി കളമൊരുങ്ങാൻ ഇനി അവശേഷിക്കുന്നത് 100 ചുവട ദിവസങ്ങൾ മാത്രമാണ്. USA-യിലും മെക്സിക്കോയിലും കാനഡയിലും അരങ്ങേറുന്ന കാൽപന്തിന്റെ വിശ്വമേളക്ക് പേപ്പറിൽ പുതിയ നിയമങ്ങൾ എഴുതി ചേർക്കുകയാണ് ഫിഫ. പതിവിൽ നിന്നും വിപരീതമായി 4 നിയമങ്ങളാണ് നിലവിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമതായി സബ്സ്റ്റിറ്റ്യൂഷൻ ടൈമറാണ്. പിൻവലിക്കപ്പെടുന്ന താരം 10 സെക്കൻഡിനുള്ളിൽ തന്നെ മൈതാനം വിടണം. വൈകിയാൽ പകരം വരുന്ന താരം പ്രവേശിക്കാൻ 1 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വരും. സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്ത് സമയം കളയുന്നത് തടയാനും കളിയുടെ ഗതി നിലനിർത്താനും വേണ്ടിയാണ് ഈ പുതിയ ടൈമർ നിയമം കൊണ്ടുവരുന്നത്. ഒരു ടീം ലീഡ് നിലനിർത്തുമ്പോൾ പുറത്തേക്ക് പോകുന്ന താരം മനഃപൂർവ്വം പതുക്കെ നടന്ന് സമയം കളയാറുണ്ടായിരുന്നു. ഇതുവഴി കളിയുടെ യഥാർത്ഥ സമയം നഷ്ടപ്പെടുകയും എതിർ ടീമിന് അന്യായമായ അവസ്ഥയുണ്ടാകുകയും ചെയ്തിരുന്നു. ഇനി അത്തരത്തിലുള്ള കുതന്ത്രങ്ങളൊന്നും നടക്കില്ല. ടീമുകൾക്ക് ഉദ്ദേശപൂർവ്വം സമയം കളയാനുള്ള അവസരം കുറയും. മത്സരത്തിന്റെ റിതം നിലനിർത്താൻ ഇതിലൂടെ സാധിക്കും. രണ്ടാമതായി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. മൈതാനത്ത് മെഡിക്കൽ സഹായം തേടുന്ന താരം 1 മിനിറ്റ് നിർബന്ധമായും ഇനി പുറത്തിരിക്കണം. പ്രത്യേക സാഹചര്യങ്ങളുണ്ടെങ്കിൽ പ്രശ്നമില്ല. താരങ്ങൾ ചെറിയ പരിക്കുകൾ ഉണ്ടായാലും മൈതാനത്ത് കിടന്ന് മെഡിക്കൽ സ്റ്റാഫിനെ വിളിച്ച് സമയം കളയാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അവരുടെ ടീം ലീഡിലായിരിക്കുമ്പോൾ. എതിർ ടീമിന് അന്യമായ രീതിയിൽ സമയം നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ നിയമത്തോടുകൂടെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ലിസ്റ്റിൽ മൂന്നാമതുള്ളത് 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ ആണ്. ത്രോ ഇന്നോ ഗോൾ കിക്കോ എടുക്കാൻ സമയം പാഴാക്കിയാൽ റഫറി 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ തുടങ്ങും. സമയം കഴിഞ്ഞാൽ ത്രോ ഇൻ എതിർ ടീമിന് ലഭിക്കും. ഇനി ഗോൾ കിക്കാണെങ്കിൽ എതിർ ടീമിന് കോർണർ കിക്കും അനുവദിക്കും. നാലാമതായി പേപ്പറിലുള്ളത് വാർ പരിഷ്കാരമാണ്. 2 മഞ്ഞ കാർഡുകളിലും കോർണർ കിക്കുകളിലും പിഴവുകൾ സംഭവിച്ചാൽ പരിശോധിക്കാൻ ഇനി വാറിന് അധികാരമുണ്ടാകും. ഇതുവരെ ഗോൾ, പെനാൽറ്റി, നേരിട്ടുള്ള ചുവപ്പ് കാർഡ് തുടങ്ങിയ പ്രധാന സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നു വാർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പുതിയ പരിഷ്കാര പ്രകാരം 2 മഞ്ഞ കാർഡുകളിലും കോർണർ കിക്കുകളുമായി ബന്ധപ്പെട്ട പിഴവുകളിലും ആവശ്യമായപ്പോൾ വാർ പരിശോധിക്കാൻ അധികാരം ലഭിക്കുമ്പോൾ ആശ്വാസകരം തന്നെയാണ്. ചെറിയതായി തോന്നുന്ന ഇത്തരം തീരുമാനങ്ങൾ പോലും പലപ്പോഴും മത്സരത്തിന്റെ ഫലം മാറ്റാൻ ഇടയാക്കുന്നതിനാൽ കളിയുടെ നീതിത്വം വർദ്ധിപ്പിക്കുകയും റഫറിമാരുടെ വലിയ പിഴവുകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിഷ്കാരത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനു പുറമെ ടിക്കറ്റ് നിരക്ക് അമിതമാണെന്ന ആരാധകരുടെയും വിവിധ വിഭാഗങ്ങളുടെയും ശക്തമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഫിഫയുടെ അടിയന്തര ഇടപെടലിൽ മത്സരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനും സ്റ്റേഡിയങ്ങളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമാക്കി തിരഞ്ഞെടുത്ത ചില ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് മത്സരങ്ങളുടെ ടിക്കറ്റ് നിരക്കുകൾ കുറക്കാൻ ഫിഫ തീരുമാനിച്ചത്. ഈ നടപടിയിലൂടെ ആരാധകർക്ക് മത്സരങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം കൂടുതൽ സുലഭമാകും. 2026 ഫിഫ വേൾഡ് കപ്പ് കൂടുതൽ സുതാര്യവും വേഗതയുമേറിയ മത്സരങ്ങൾ സമ്മാനിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നിയമങ്ങളും തീരുമാനങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത്. സമയം കളയിൽ കുറക്കാനും റഫറിമാരുടെ പിഴവുകൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഫിഫയുടെ പ്രധാന ഉദ്ദേശം. ഈ മാറ്റങ്ങൾ കളിയുടെ ഗതി നിലനിർത്തുന്നതിനോടൊപ്പം ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് കൂടുതൽ ആവേശകരമായ ഒരു വേൾഡ് കപ്പ് അനുഭവം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം.